സിയെ പിതാവും മക്കളും ചേർന്ന് അടിച്ചുകൊന്നു എന്ന വാർത്ത പുറത്തുവരുന്നു. വാഹനം കഴുകുന്നതിനിടെ മലിനജലം ഒഴുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കക്കാട് നമ്പ്യാർമൊട്ട സ്വദേശി അജയ്കുമാറിനെ ഹെൽമറ്റും കല്ലും വടിയും ഉപയോഗിച്ചാണ് സംഘം കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ ദേവദാസ്, മക്കളായ സഞ്ജയ് ദാസ്, സൂര്യദാസ് എന്നിവരെയും ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കെ വി ബൈജു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, ഇങ്ങനെ ഒരു സാധാരണ ഒരു കാറ് കഴുകുന്ന ഒരു സംഭവത്തിൽ ഇങ്ങനെ ഒരു തർക്കമുണ്ടാകുക എന്ന് പറയുന്നതിൽ അത്ഭുതം തോന്നുന്നു. നമ്മുടെ മനുഷ്യരൊക്കെ ഇത്രത്തോളം പ്രതികാര ബുദ്ധിയുള്ളവരാണോ എന്നതിൽ, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിന്റെ പുറകിലുണ്ടോ? പിതാവും മക്കളും ചേർന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി നടത്തുക എന്ന് പറയുമ്പോൾ അത് അല്പം കടന്ന കൈയാണ് എന്നതിൽ സംശയമില്ലല്ലോ. തീർച്ചയായും രഞ്ജിത്തെ, കക്കാടിനടുത്ത് ചെട്ടിപ്പീടികയിൽ നമ്പ്യാർമുക്കിലാണ് ഈ കൊലപാതകം നടന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ വളരെ നിസ്സാരമായ ഒരു കാരണമാണ് വലിയൊരു കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. ഈ അജയ്കുമാർ അദ്ദേഹത്തിന്റെ വീട്ടിൽ കാറ് കഴുകുന്നുണ്ടായിരുന്നു. ഇതിന്റെ വെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോയപ്പോൾ അയൽവാസികൾ ഇത്തരത്തിൽ ഇത് മലിനജലം റോഡിലേക്ക് ഒഴുക്കി വിടുന്നു എന്ന് ആരോപിച്ചാണ് അതിക്രൂരമായി ഈ അജയ്കുമാറിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത്. അതായത് കല്ലും വടിയും ഹെൽമറ്റും കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. എന്തായാലും ഇവർക്ക് മുൻവൈരാഗ്യങ്ങളൊന്നും ഇല്ല എന്നാണ് നാട്ടുകാരും പറയുന്നത്, അതുപോലെ തന്നെ പോലീസും പറയുന്നത്. ലഹരി കടിമയായിരുന്നു, ഇവർ മദ്യപിച്ചായിരുന്നു ഇത്തരത്തിൽ അതിക്രമം നടത്തിയെന്നും പോലീസ് പറയുന്നു. എന്തായാലും ഈ സംഭവത്തിൽ ഈ പിതാവ് ഉൾപ്പെടെ 4 പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. അതായത് ദേവദാസ്, 2 മക്കളും ഒപ്പം ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയും. ഈ കേസിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ഒരാളാണെന്നും നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഒരാൾ കൂടി ഇനി പിടിയിലാകാനുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഇവരിപ്പോൾ ടൗൺ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇപ്പോൾ പോലീസ് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. മാത്രമല്ല ഇതിൽ മറ്റൊരാളും കൂടി ഉണ്ട് കണ്ടെത്താൻ. അയാളെ കസ്റ്റഡിയിലെടുക്കാനും പോലീസ് ഇപ്പോൾ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇവരുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ സംഭവം ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അജയ്കുമാർ വീട്ടിൽ തന്റെ വാഹനം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ വെള്ളം, അതായത് മലിനജലം പുറത്തേക്ക് ഒഴുക്കി വിട്ടു എന്ന് ആരോപിച്ച് ഇത് ചോദ്യം ചെയ്താണ് ഈ പിതാവും മക്കളും എത്തിയത്. അത് തുടർന്ന് നാട്ടുകാരൊക്കെ ഇടപെട്ട് ഇയാളെ തിരിച്ചയച്ചെങ്കിലും പിന്നീട് വീണ്ടും ഇയാൾ എത്തുകയായിരുന്നു. ഇത്തരത്തിൽ വടിയും കല്ലും ഹെൽമറ്റും ഒക്കെ ആയി വന്ന് ഈ അജയ്കുമാറിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. സംഭവം ഇന്നലെ രാത്രി നടന്നതാണ്. ഏതായാലും ഇയാൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് കേസെടുത്ത് കൂടുതൽ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. രഞ്ജിത്ത്, ഈ അയൽവാസിയാണ് പിതാവും 2 മക്കളും ചേർന്ന് കൊലപ്പെടുത്തുന്നത്. ഇവർ തമ്മിൽ എന്തെങ്കിലും മുൻവൈരാഗ്യമോ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ അന്വേഷണമുണ്ടോ? ഒപ്പം നേരത്തെ പറഞ്ഞ പോലെ മറ്റു ആളുകൾ കൂടി പിടിയിലാവാനുണ്ട്. ഒപ്പം ഈ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ പങ്ക് അതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതെന്താണ് ഈ കൊലപാതകത്തിൽ? തീർച്ചയായും ഈ കാര്യം നമ്മൾ അന്വേഷിച്ചിരുന്നു. ഇതിൽ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇവർ തമ്മിൽ യാതൊരു മുൻവൈരാഗ്യവും ഇല്ല എന്ന് തന്നെയാണ്. പോലീസും അത് തന്നെയാണ് പറയുന്നത്. നേരത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടായതായി നാട്ടുകാർക്കും അറിയില്ല. അതുപോലെ തന്നെ പോലീസ് അന്വേഷണത്തിലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഈ ഒരു സംഭവം ഇതിന് ചോദ്യം ചെയ്ത് വാക്കുതർക്കം ഉണ്ടാവുകയും പിന്നീട് അതൊരു കൊലപാതകത്തിലേക്ക് കലാശിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായെന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ കൂടുതൽ അറിയാനായി ഇവരെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇതര സംസ്ഥാന തൊഴിലാളി ഇവരുടെ കൂടെ ഉണ്ടായിരുന്നയാളാണ്. ഇതിൽ ഒരു പ്രായപൂർത്തിയാവാത്ത ആളുണ്ട്. ദേവദാസിന്റെ ഒരു മകൻ പ്രായപൂർത്തിയാകാത്ത ഒരാളാണ് എന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരാളും കൂടി ഈ മർദ്ദനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ചോദ്യം ചെയ്യൽ ഇപ്പോഴും ടൗൺ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നുണ്ട്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും നേരത്തെ മുൻവൈരാഗ്യം എന്തെങ്കിലും ഉണ്ടോ? കാരണം നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കൊലപാതകമാണ് ഇത് നടന്നിട്ടുള്ളത്. കാരണം വളരെ നിസ്സാരമായ ഒരു കാര്യത്തിൽ തർക്കമുണ്ടാവുകയും പിന്നീട് അത് കൊലയിലേക്ക് കലാശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഇവർ തമ്മിൽ മുൻവൈരാഗ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇവർ തമ്മിൽ എന്തെങ്കിലും മുൻവൈരാഗ്യം ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് നാട്ടുകാരുടെ ഇടയിൽ നിന്നുമായാലും പോലീസും ഇപ്പോൾ നമുക്ക് നൽകുന്ന വിവരം. രഞ്ജിത്ത്, കെ വി ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. നിസ്സാരമായ ഒരു കാർ കഴുകുന്ന തർക്കത്തിൽ, അതിന്റെ മലിനജലം കാർ കഴുകിയ വെള്ളം പുരയിടത്തിലേക്ക് വന്നു എന്നതിന്റെ തർക്കത്തിൽ പിതാവും 2 മക്കളും ചേർന്ന് അയൽക്കാരനെ വെട്ടിയും അടിച്ചും ചവിട്ടിയും മറ്റും കൊന്നു. ഹെൽമറ്റും മറ്റും ഉപയോഗിച്ച് ചവിട്ടി കൊന്നു എന്ന് പറയുമ്പോൾ ഇനിയുള്ള അവരുടെ ശിഷ്ടകാലം ജയിലിലായിരിക്കും എന്ന കാര്യവും വ്യക്തമാണ്.